നിന്നെ പോലെ തൊലി നിറത്തിൽ മെലാനിൻ കൂടി പോയി എത്ര പേരാണ് ഈ വിഷയത്തിൽ ഈ മഹാജനാധിപത്യ ദേശത്ത് വിഷാദത്തിൽപ്പെട്ടവരും ആത്മഹത്യ ചെയ്തവരുമെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കിയാൽ മതി. ഞാൻ ഇരുവാദം പറയുകയാണെന്ന് നിങ്ങളിൽ ചിലർക്കിപ്പോ തോന്നിയില്ലേ? നിരന്തരം ഇരകളാക്കപ്പെട്ടവർ ഇരകൾക്ക് വേണ്ടിയല്ല, അത് വേട്ടക്കാർക്ക് വേണ്ടി വാദിക്കുന്നത് എങ്ങനെ? 2016 ജീവിതം അവസാനിപ്പിക്കുമ്പോ രോഹിത് വെമുല പറഞ്ഞ വാക്കുകൾ തന്നെ ഞാൻ കടമെടുക്കുന്നു. എന്റെ ജന്മമാണ് എന്റെ പിഴവ്, എന്റെ വംശമാണ് എന്റെ പിഴവ്, എന്റെ വംശമാണ് എന്റെ പിഴവ്. പാടില്ല. ആരാണത്? മരണം ഉറപ്പാകുമ്പോ മനസ്സ് ഓരോന്ന് തോന്നിപ്പിക്കുന്നതാവും. ആരാണത്? ഇത് ഞാനാണ്, അംബേദ്കർ, ബാബാ സാഹിബ് അംബേദ്കർ. തോറ്റുകൊടുക്കരുത്. ഞാൻ ഭരണഘടന ഉണ്ടാക്കിയത് സമൂഹത്തിലെ ഏറ്റവും ബലം കുറഞ്ഞവർക്ക് കൂടിയാണ്. ഭരണഘടനയിൽ വിശ്വസിച്ച് പൊരുതി മുന്നേറും. അങ്ങയുടെ നേതൃത്വത്തിൽ എഴുതപ്പെട്ട ഭരണഘടനയെ നോക്കുകുത്തിയാക്കുന്നു. അങ്ങെഴുതിയ നീതിശാസ്ത്രങ്ങൾ കടലാസ് പശുക്കളായി നിൽക്കുന്നു. ഭരണഘടനയിൽ വിശ്വസിക്കും. മതങ്ങളെക്കാൾ പാർട്ടികളെക്കാൾ മാനവിക മൂല്യമുണ്ടതിന് നിന്നെ പോലുള്ളവരെ രക്ഷിക്കാൻ. 2016 ആത്മഹത്യ ചെയ്ത PhD സ്റ്റുഡന്റ് രോഹിത് വെമുലയെ രക്ഷിക്കാൻ അങ്ങയുടെ ഭരണഘടനയ്ക്ക് കഴിഞ്ഞോ? 2019 പായൽ തദ്വി എന്ന MBBS കാരിയെ രക്ഷിക്കാൻ ഭരണഘടനയ്ക്ക് കഴിഞ്ഞോ? 2022 ഉയർന്ന ജാതിക്കാരായ കുട്ടികൾ കുടിക്കുന്ന കലത്തിൽ നിന്നും കുടിവെള്ളം എടുത്തു കുടിച്ചതിന് സ്വന്തം ക്ലാസ് ടീച്ചർ തല്ലിക്കൊന്ന 9 വയസ്സുകാരൻ ഇന്ദിരാ മെഹ്വാനെ, പ്രണോയ് കുമാറിനെ, ഹത്രാസിലെ പെൺകുട്ടിയെ, ഒരു ദിവസത്തെ ജോലിക്ക് 3 രൂപ, വെറും 3 രൂപ ശമ്പളം കൂട്ടിച്ചോദിച്ച വിഷയത്തിൽ കൂട്ടബലാത്സംഗം ചെയ്ത് കൊന്നു കെട്ടിത്തൂക്കിയ ബദാവനിലെ 14-12 വയസ്സുള്ള സഹോദരിമാരെ, പശി കുത്തിയ പള്ളം നൊന്ത് അന്നം മോഷ്ടിച്ചതിന് കേരളത്തിൽ തല്ലിക്കൊല്ലപ്പെട്ട മധുവിനെ, ഇങ്ങനെ ഭരണഘടനയുടെ മറകൊണ്ട് തടയാൻ കഴിയാതെ പൊലിഞ്ഞു പോയ ഒരുപാട് പാവങ്ങളുണ്ട് ബാബാ സാഹിബ്. ശരിയാണ്, വേദനയോടെയെങ്കിലും അതെല്ലാം മനസ്സിലാക്കുന്നു. പക്ഷേ നെറുകേട് കാട്ടുന്നവർക്ക് മുന്നിൽ മരിച്ചല്ല, ജീവിച്ച് കാട്ടാനുള്ള കരുത്താണ് ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. പാതിവഴിയിൽ ജീവിതം അവസാനിപ്പിച്ചാൽ തോൽക്കുന്നത് നിങ്ങളുടെ പ്രാണൻ മാത്രമല്ല, ഒരായുഷ്കാലം പൊരുതി ഞാൻ എഴുതിയുണ്ടാക്കിയ മഹത്തായ ഭരണഘടന കൂടിയാണ്. എനിക്ക് നോവുന്നു, എനിക്ക് പൊള്ളുന്നു സാഹേബ്. അമ്മയ്ക്ക് ഞാനേ ഉള്ളൂ. എന്റെ പേരിന് മുമ്പിൽ എന്ന് ചേർക്കപ്പെടണമെന്നത് ഡ്രെയിനേജിലെ മാലിന്യം വരെ വൃത്തിയാക്കാൻ പോയി എന്നെ പഠിപ്പിച്ച എന്റെ അമ്മയുടെ ആഗ്രഹമാണ്. ഉടുമുണ്ട് നട്ടിലൊട്ടും പട്ടിണി കിടന്ന് എന്നെ പഠിപ്പിച്ച എന്റെ അമ്മയോട് ഞാൻ എന്ത് പറയും? എന്റെ ജന്മവും വംശവും എന്റെ വെറിയോടെ വേട്ടയാടുകയാണെന്നോ? നിന്റെ അമ്മയെ ഓർത്ത് നീ ദുഃഖിക്കരുത്, പൊരുതണം. നിനക്ക് ഞാൻ ഇതിനേക്കാൾ നൊന്ത ഒരമ്മയുടെയും കുഞ്ഞിന്റെയും ചരിത്രം തരാം. നീ വലിയ കലാകാരിയല്ലേ, നാടകക്കാരിയല്ലേ, ഡിഗ്രി MA കാലത്ത് ക്യാമ്പസ് തിയേറ്ററുകളെ വിറപ്പിച്ച പ്രതിഭയല്ലേ. വംശവ്യത്യാസം കൊണ്ട് ചരിത്രത്തിന്റെ ചലം വീണ് നാറിയ ചവറുവയ്പയിലേക്ക് കുട്ടിക്കളയപ്പെട്ട ഒരമ്മയുടെയും മകന്റെയും കഥ ഞാൻ തരാം. അർഹതയുണ്ടായിട്ടും
വിജയത്തിന്റെ അടുത്തൊന്നും എത്തരുതെന്ന ഉറപ്പിൽ കരുതിക്കൂട്ടി കളം വരച്ച് കുലം പൊടിപ്പിച്ചൊടുക്കിയ നിന്റെ മുൻഗാമികളിൽ ഒരുത്തന്റെയും അവനെ പെറ്റ പെണ്ണൊരുത്തിയുടെയും കഥ ഞാൻ തരാം. വാ.